കേരള വിഷൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദ്യമായ ഓണാശംസകൾ. ഉത്രാടപ്പകിട്ടിൽ തിരുവോണത്തിനുള്ള തയ്യാറെടുപ്പിലായിരിക്കും എല്ലാവരും. നല്ലൊരു ഉത്രാടമായിട്ട് താരവിശേഷത്തിനും പകിട്ടൊട്ടും കുറയ്ക്കാൻ പറ്റില്ലല്ലോ. വിനീത് കുമാർ കണ്ടെത്തി അയാൾ ഞാനല്ല എന്ന ചിത്രത്തിലൂടെ മലയാളിക്ക് സമ്മാനിച്ച ആ സുന്ദരിക്കുട്ടി, പൃഥ്വിരാജ് ജിത്തു ജോസഫ് ചിത്രം ഊഴത്തിലെ നായിക ദിവ്യ പിള്ളയാണ് താരവിശേഷത്തിൻ്റെ ഉത്രാട കാഴ്ച. ദിവ്യ, ഈ ഉത്രാട രാവിൽ താരവിശേഷത്തിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് ഊഴത്തെക്കുറിച്ച്? അതാണല്ലോ ഇപ്പോഴത്തെ, എനിക്ക് തോന്നുന്നു അയാൾ ഞാനല്ലേ ആണ് ഫസ്റ്റ് ഫിലിമെങ്കിലും അന്ന് ദിവ്യ വർക്കിംഗ് ആണ്, ദുബായിലാണ്, ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം. അപ്പം അന്ന് ആ സമയത്ത് ഇവിടെ ഉണ്ടാവാൻ പറ്റിയിട്ടില്ല ദിവ്യക്കെന്നാണ് എനിക്കറിയില്ല, അങ്ങനെയെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ ഊഴമാണെന്ന് തോന്നുന്നു. ഒരു എങ്ങനെയാണ് ഒരു നായികയായിട്ട് സിനിമയുടെ ഭാഗമാവുക എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്ത് പോയൊരു മൂവി. അപ്പൊ നമുക്ക് അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിച്ചു. ഊഴം സിനിമ ഈ ഒരു ഓണം സ്പെഷ്യൽ ആണ് എനിക്ക്. ഒരു ആദ്യമായിട്ടാണ് ഞാൻ പ്രൊമോഷൻസിലൊക്കെ പങ്കെടുക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ വ്യൂവേഴ്സിൻ്റെ കൂടെ ഇരുന്ന് തിയേറ്ററിൽ സിനിമ കാണുന്നത്. അവരുടെ പൾസ് അറിഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം ഇപ്പോൾ സിനിമ കണ്ടു. അപ്പോൾ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ്. അത് വെച്ചാൽ ഒരു നമുക്ക് സന്തോഷം തോന്നുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അവർ കൈയടിക്കുകയും കയ്യടിയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതുവരെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു സംഭവം. സാധാരണ നമ്മൾ സിനിമ കാണുന്നു പോകുന്നു, പക്ഷെ നമ്മൾ തന്നെ ഒരു സ്ക്രീനിൽ കാണുമ്പോൾ അതിൻ്റെ കയ്യടിയൊക്കെ കിട്ടുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരിത്. പിന്നെ ജിത്തു ചേട്ടനും പൃഥ്വിരാജിൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചു. അതൊരു ഈ ഒരു എക്സ്പീരിയൻസ് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അതെ, ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാം ഇപ്പോൾ ഒരു ആസ് എൻ ആക്ടർ, ആസ് എ പേഴ്സൺ, എല്ലാം എനിക്കൊരു വലിയ ഒരു സമ്മാനമായിരുന്നു. ഈ ഓണത്തിന് എനിക്കൊരു ബിഗ് ബമ്പർ പ്രൈസ്. ഈ ഊഴത്തിലൊരു ക്യാരക്ടറിനെ കുറിച്ചും അതിൽ ആ ഒരു ജേണിയെ കുറിച്ചും ഒന്ന് പറയുകയാണെങ്കിലോ ബ്രീഫായിട്ട്. ഗായത്രി എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. വളരെ ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു ട്രാജഡി സംഭവിക്കുന്നു, ആൻഡ് ദെൻ ഷീസ് ഗോയിങ് ഔട്ട് ടു ടേക്ക് റിവെഞ്ച്. അപ്പോൾ ത്രൂ ഔട്ട് സൂര്യ, അതായത് പൃഥ്വിരാജിൻ്റെ കൂടെയും നീരജാണ് അജ്മൽ എന്നൊരു ക്യാരക്ടർ, അവരുടെ കൂടെ ചേർന്ന് നമ്മളങ്ങ് റിവെഞ്ച് എടുക്കാനായിട്ട് രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങുകയാണ്. അതാണ് സിനിമയുടെ ഒരു ഇത്. അത് ഞാൻ ശരിക്കും പറഞ്ഞ കഥ കേൾക്കുമ്പോഴും ആ വായിക്കുന്ന രീതിയൊക്കെ ജിതുചേട്ടൻ എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചു തന്നപ്പോൾ ഐ വാസ് സോ ത്രിൽഡ്. ഞാൻ പറഞ്ഞു ഇത്രയും വലിയൊരു ഓക്കെ, അധികം സിനിമയിൽ അധികം ഡയലോഗ്സ് ഇല്ല, പക്ഷെ എന്നാലും ആ ത്രൂ ഔട്ട് ദ ഫിലിം ഞാനുണ്ട്. ആൻഡ് ഒരു നോട്ടത്തിലാണെങ്കിലും there's a lot of message that I need to convince the audience. ആ ഒരു ക്യാരക്ടർ ആയിട്ടുള്ള കണക്ഷൻ അതിച്ചിരി ജിജുചേട്ടനൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടാണ് എനിക്ക് ആ ഒരു ലെവലിലൊക്കെ ഒന്ന് എത്താൻ പറ്റിയത്. ഇച്ചിരി സ്ട്രഗിൾ ചെയ്തു ബിഗിനിങ്ങിൽ, പിന്നെ ആ ഒരു ഫ്ലോയിലെത്തിയപ്പോൾ കംഫർട്ടബിളായിട്ട് ചെയ്യാൻ തോന്നി. പൃഥ്വിരാജിൻ്റെ കുറേ സപ്പോർട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാലേന്ദ്ര മേനോൻ സർ, കിഷോർ സത്യചേട്ടൻ, പിന്നെ നീരജ് മാധവ്, നല്ല ഓളായിരുന്നു. ആ ഫുൾ ഫിലിം നമ്മൾ ഇത്തിരി ട്രാവലിംഗ് ഉണ്ടായിരുന്നു. സൗത്ത് ഇന്ത്യയിൽ നമ്മൾ ഹൈദരാബാദ്, ചെന്നൈ ഒക്കെ കവർ ചെയ്തു. സോ അവരുടെ കൂടെ ട്രാവൽ ചെയ്യുക ഒക്കെ ചെയ്യുന്നത് അടിച്ചു പൊളിച്ചു ആ സെറ്റൊക്കെ. ഇപ്പൊ ശരിക്കും ഒരു ആക്ട്രസ് ആവണം എന്ന് ആഗ്രഹിച്ച് വന്ന ഒരാളൊന്നും അല്ല. ആക്സിഡൻ്റലായിട്ട് എനിക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. സോ ഐ വാസ് ലൈക്ക് ഓക്കെ ഫൈൻ, ഞാനത് യൂസ് ചെയ്യണം. ബിക്കോസ് പിന്നീട് എനിക്കിത് ചെയ്യാൻ പറ്റും. ആദ്യം ഞാനൊരു ഓക്കെ സിനിമ, പിന്നെ ആദ്യത്തെ എൻ്റെ സിനിമ എന്ന് പറയുന്നത് വിനീതേട്ടൻ എൻ്റെ അടുത്ത് ഹീര എന്നുള്ള കഥാപാത്രം ഇറ്റ്സ് എ വെരി സിമ്പിൾ. ഒരു അധികം നമ്മൾ ആക്ട് ചെയ്ത് ചെയ്യേണ്ടല്ല. I just had to behave because it was more or less like my character. അപ്പോൾ അത് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ സിനിമയായിരുന്നു എനിക്ക് കുറച്ചുകൂടെ ചാലഞ്ചിങ് ആയിട്ട് തോന്നി. ആൻഡ് അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറേ എനിക്ക് മനസ്സിലായി. ഞാൻ സിനിമ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതിൻ്റെ കുറവുകൾ, ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ തന്നെ രാജുവേട്ടനൊക്കെ കുറേ എനിക്കിങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ആ സമയത്ത്, ഇത് വേണോ, ഇത് ആവശ്യമുണ്ടോ. ഇപ്പോഴാണ് എനിക്ക് അതൊക്കെ മനസ്സിലാവുന്നത്. അത് ബിക്കോസ് അവർക്ക് ആ ഒരു സിനിമ അതൊക്കെ എക്സ്പീരിയൻസിൻ്റെ ഇതുണ്ട്. അപ്പോൾ നൗ ഐ അണ്ടർസ്റ്റാൻഡ്. ആൻഡ് എനിക്കത് ഒത്തിരി ഇപ്പം നമ്മളൊരു കല നമുക്ക് ചെയ്യാൻ പറ്റും
ലൈക്ക് അതൊരു പെർഫെക്റ്റ് ആക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് അതിൽ. സിനിമ അങ്ങനെയാണല്ലോ, നമ്മളെങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ ഐ എൻജോയ്ഡ് ദി ആക്ടിങ് എക്സ്പീരിയൻസ് ആൻഡ് ഐ really wish to do more movies, good movies. Okay. എപ്പോഴെങ്കിലും നെർവസ് ആവുന്നുണ്ടായിരുന്നു? കാരണം ഇങ്ങനെ വലിയ കോസ്റ്റാർസ്, വലിയ വലിയ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരാവുക. അതെ ഞാൻ ആദ്യം കുറച്ച് നെർവസ് ആയിരുന്നു, എസ്പെഷ്യലി രാജുവേട്ടൻ, ബിക്കോസ് ഈസ് സച്ച് എ ഗുഡ് ലുക്കിംഗ് മാൻ ഫസ്റ്റ് തിങ്. പിന്നെ അത് പുള്ളിക്കാരൻ്റെ ഒരു പേഴ്സണാലിറ്റി സെറ്റിൽ വരുമ്പോൾ തന്നെ ഐ ബി ലൈക്ക് സ്റ്റക്കായി പോകും. ഞാനിങ്ങനെ ഓരോന്നാൾ പറയുമ്പോൾ ഞാൻ ദിവ്യ എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ, ഞാൻ പറഞ്ഞു എക്സ്പ്രഷനോ അങ്ങനെ കുറേയൊക്കെ അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഈ എക്സ്പ്രഷൻ എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ ചിത്തുചേട്ടൻ പറഞ്ഞു ഇങ്ങനെയൊന്നും ചോദിക്കരുത്, ആ ക്യാരക്ടർ മനസ്സിലാക്കുക, സ്ക്രിപ്റ്റ് പോയി വായിക്കുക. ഞാൻ സ്ക്രിപ്റ്റിൽ ഇങ്ങനെ പറയുന്നുള്ളൂ, ഒരു സെൻറ്റൻസ് പറയുന്നു ഗായത്രി ഇങ്ങനെ ആശ്ചര്യത്തോടെ നോക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു ആശ്ചര്യത്തോടെ നോക്കുന്നു എന്ന് പറഞ്ഞാൽ അതേ ഉള്ള ലൈനിൽ. പക്ഷേ ജിതുചേട്ടൻ പിന്നെ പറയുന്നത് ഇപ്പം എന്താ സിറ്റുവേഷൻ, എന്താ ഇങ്ങനെയൊന്നും സംഭവിച്ചു. അപ്പോൾ അതൊക്കെ മനസ്സിൽ ഓർത്തോണ്ട് അങ്ങനെ റിയാക്ട് ചെയ്യണം. നമ്മൾ ലൈക്ക് അങ്ങനെയാണല്ലേ, ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഞാൻ അവിടെ നിന്നാണ് ഓൺ ദ സ്പോട്ട്. ആക്ടിങ് സ്കൂളായിരുന്നു എനിക്കത്. അപ്പോൾ പിന്നെ എനിക്കൊരു നിക്നാക്സ് ഒക്കെ പറഞ്ഞു തന്നു. പിന്നെ ജിത്തുചേട്ടന് ഏറ്റവും വലിയൊരു കാര്യം ചെയ്തത് എൻ്റെ അടുത്ത് പറഞ്ഞ് ദിവ്യ സെറ്റിൽ ഷൂട്ടില്ലെങ്കിലും വാ, രസനയൊക്കെ ഉണ്ടാവും, യു സീ ദം ആക്ട്, അവർ ആ ക്യാരക്ടർ ചെയ്യുന്നത് നിങ്ങൾ കാണും. എന്നിട്ട് അതായത് ഷൂട്ടില്ലെങ്കിൽ അപ്പോൾ ബാലചന്ദ്ര മേനോൻ സർ, സീത മാം ഒക്കെ ഉണ്ടായിരുന്നു സെറ്റിൽ. അവരൊക്കെ ആക്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് പിന്നെ ക്യാരക്ടറിനോട് കുറച്ചുകൂടെ എനിക്ക് മനസ്സിലാക്കാൻ തോന്നി, ബിക്കോസ് അത് കുറച്ചുകൂടെ രജിസ്റ്ററായി മനസ്സിൽ. സോ ഇതൊക്കെ അപ്പോൾ എനിക്കത് എളുപ്പമായിരുന്നു. പിന്നീട് അതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും നമ്മൾ കൺമുമ്പിൽ കാണുമ്പോഴും ഒരു ഡിഫറൻസ് ആണ്. അപ്പോൾ അതെനിക്ക് ഒത്തിരി മനസ്സിലായി. അത് ആദ്യമൊക്കെ ഞാൻ 6:30 എനിക്ക് ഷൂട്ടില്ല, ഞാൻ എന്നാലും എഴുന്നേറ്റ് പോകണോ ഇതൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചായിരുന്നു. പിന്നെ പക്ഷേ എനിക്കിപ്പോഴാണ് അതിൻ്റെയൊക്കെ മനസ്സിലായത്. ലൈക്ക് ഐ ക്യാൻ സീ ദ ഡിഫറൻസ് ചെയ്യാത്ത സമയത്തും. പിന്നെ ത്രൂ ഔട്ട് സിനിമ വെച്ചുകൂടെ ഫോർവേഡ് ആകുമ്പോൾ ഉള്ള ആ ഒരു എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ ഡിഫറെൻ്റ് തന്നെയാണ്. ഇപ്പോൾ ഇതല്ലാതെ ദിവ്യക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റിക് ഫ്ലെയർ ഉണ്ടോ നേരത്തെ? ഇപ്പം ആക്ടിങ് അല്ലാതെ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ സ്കിറ്റൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ പക്ഷെ അത് സ്കൂൾ ലെവലിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ സിനിമയിൽ വരും, അങ്ങനെ ആ ഒരു ലെവലിലുള്ള എക്സലൻസ് ബ്രില്യൻസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഡാൻസ് പാട്ട് ഒക്കെ മമ്മിയൊക്കെ അടിച്ചൊക്കെ വിട്ടിട്ടുണ്ട്, ഡാൻസിനും പാട്ടിനും ഒക്കെ. അത് മമ്മിയുടെ ആയിരുന്നു അത് ഏറ്റവും വലിയ ഒരു ഇത് എന്ന് വെച്ചാൽ പഠിക്കണം, ഡാൻസ് പഠിക്കണം, പാട്ട് പഠിക്കണം, ക്ലാസിക്കൽ മ്യൂസിക്, ക്ലാസിക്കൽ ഡാൻസ് ചെറുപ്പത്തിൽ കുറേ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്ര പേരാ? 2 പേര്, ഞാനും ചേച്ചി. ചേച്ചി ചെന്നൈയിൽ സെറ്റിൽഡാ. എൻ്റെ ബ്രദർ ഇൻ ലോ, ഹീസ് മോർ ലൈക്ക് മൈ ബ്രദർ. മോനുണ്ട്. ചേട്ടൻ വൈസ് പ്രസിഡൻ്റ് ആ ഒരു IT കമ്പനിയുടെ. ഹീസ് ബേസ്ഡ് ഇൻ ചെന്നൈ. കമ്മിങ് ബാക്ക് ടു മൂവീസ്, ഇപ്പം ഊഴം ചെയ്തപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസ് വന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മൂവി കണ്ടപ്പോൾ എന്തായിരുന്നിരിക്കും അപ്പോൾ ദിവ്യക്കുള്ള ഷോർട്ട് കമ്മിങ്സ്, എന്തൊക്കെയായിരുന്നു ദിവ്യയുടെ പ്രശ്നങ്ങളെന്ന് മനസ്സിലാവുന്നു. ചിലപ്പോൾ നാച്ചുറലി എല്ലാവർക്കും തോന്നുന്ന പോലെ ഇതെനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാവും. അതർ ദാൻ ദാറ്റ് ഇപ്പം നേരത്തെ പറഞ്ഞു ഐ വോണ്ട് ടു ഡു ഗുഡ് മൂവീസ്. അപ്പോൾ ആ രീതിയിൽ ഇപ്പം ദിവ്യ ആലോചിക്കുമ്പോൾ വാട്ട് യു പ്ലാൻ? അതെ, ഏത് രീതിയിലായിരിക്കാം ഇപ്പോൾ ദിവ്യ എങ്ങനെ കുറച്ചുകൂടി ബെറ്റർ ചെയ്യാമെന്ന് വിചാരിക്കണം? ഞാനിപ്പോൾ ഫസ്റ്റ് തിങ് ഞാനിപ്പോൾ ഞാൻ ഡാൻസ് ക്ലാസ്സസ് ഒന്ന് ചേർന്നു. ആഫ്റ്റർ മൈ ഞാൻ സിനിമ ഷൂട്ടിന് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പോയത് എക്സ്പ്രഷൻസ് ഒന്ന് ബെറ്റർ ആക്കാൻ, ബിക്കോസ് ഐ തിങ്ക് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഡാൻസ് വഴി നമുക്ക് കുറേയൊക്കെ എക്സ്പ്രഷൻസ് നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ പിന്നെയും ഐ എം ജസ്റ്റ് ട്രൈങ് ടു ബ്രഷ് അപ്പ് ബിക്കോസ് കൊച്ചിലെ പഠിച്ചതല്ലേ. അപ്പോൾ അതൊരു ചെറുപ്പത്തിൽ പഠിച്ച, പിന്നെ ഡാഡി മമ്മടുത്ത് ഇല്ല എനിക്ക് പോകണ്ട എന്ന് പറയാനുള്ള 11-10 years ആയപ്പോൾ ഞാൻ നിർത്തിയതാണ്. ഇപ്പം ഞാൻ തിരിച്ച് ഐ എം ഗോയിങ് ബാക്ക് ടു ഡാൻസ്. കഥക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു രസത്തിന് വേണ്ടി ഐ ഹവ് ഈവൻ ജോയിൻഡ് ലാറ്റിൻ സാൽസ ക്ലാസ്സസ്. അതെൻ്റെ ഒരു പേഴ്സണൽ ഇതിന് വേണ്ടിയിട്ട്. പക്ഷേ സോ ഐ എം ജസ്റ്റ് I'm trying to brush up ഒരു ആക്ടിങ് സ്കൂൾ, ബിക്കോസ് അവിടെ ആക്ടിങ് സ്കൂൾസ് കുറവാണ്. ആൻഡ് സോ ഞാൻ നോക്കുന്നുണ്ട് ഐ എം ടു എൻറോൾ ഇൻ ടു സംതിങ് ടു ജസ്റ്റ് ടു ലേൺ ടു ബെറ്റർ, ബിക്കോസ് എനിക്കൊരു കോൺഫിഡൻസ്
കിട്ടണം. സോ ഐ ഡെഫിനറ്റ്ലി വോണ്ട് ടു ബി എ പാർട്ട് ഓഫ് ഇന്ത്യൻ സിനിമ. അതിന് ഇതൊരു വലിയൊരു ഇത് തന്നെയാണ്. സോ I am I just want to be better at what I'm doing. So ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് കാര്യം പറയട്ടെ. Somewhere your look reminds me of Vimala Raman. Yes. പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? കുറേ പേര് ഈവൻ ബിഫോർ അബദ്ധമല്ല പറഞ്ഞത്. അത് കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. I think that's a very എന്താ ഒരു it makes me feel proud, and I hope she doesn't take offense of that, because I'm like, oh no. Yeah, but yes, കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. Even when I was back in ഓഫീസിൽ ആദ്യമായിട്ട് ഒരു ഷമീർ എന്ന് പറഞ്ഞ ഒരു കൊളീഗാണ് എൻ്റെ അടുത്ത് ആദ്യം അത് പറഞ്ഞ്, ദിവ്യ എൻ്റെ അടുത്ത് ഭയങ്കര റെസ്പെക്ട്ഫുള്ളായിട്ട് വന്നിട്ട്, ആക്ച്വലി യു ലുക്ക് ലൈക്ക് വിമല രാമൻ. ഐ എം ലൈക്ക് what? I'm like, yes, you look like Vimla. I'm like, thank you. Then he went back, and then I was like, okay, fine. That was a big compliment. എൻ്റെ ചേച്ചിയും ഇന്ന് സിനിമ കണ്ടിട്ട് പറഞ്ഞു, എടാ യു ലുക്ക് സംവെയർ ലൈക്ക് വിമല രാമൻ. I'm like, okay. ഇപ്പം ഫസ്റ്റ് മൂവി കഴിഞ്ഞിട്ടാണെങ്കിലും തിരിച്ചു പോയി, യു വെന്റ് ബാക്ക് ടു യുവർ ജോബ് അല്ലേ? അവിടെ എങ്ങനെയായിരുന്നു റിസപ്ഷൻ? ഇറ്റ് വാസ് ലൈക്ക് ഒരു പ്രൗഡ് ഫീലിംഗ് ആണ്, ലൈക്ക് ബിക്കോസ് മൈ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ എൻകറേജ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഡിസിഷൻ, ഓക്കെ ഫൈൻ എനിക്ക് മൂവി ചെയ്യാൻ പറ്റും. മൈ ഫ്രണ്ട്സ് ആർ മൈ ബാക്ക് ബോൺ ആക്ച്വലി. ഫംഗ്ഷനിൽ വെച്ചാന്ന് തോന്നുന്നു. അതെ 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 എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കല്യാണത്തിന്. അപ്പം അവളുടെ ഐ മീൻ നോട്ട് ഓൺലി റിങ്കു, ലൈക്ക് ഐ ഹാവ് I wouldn't say big group, but I have very good friends, a group of very good friends, അപ്പോൾ who are very supportive. അപ്പോൾ അവർ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ പറഞ്ഞ് ലൈക്ക് മൈ ഫാമിലി. അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു എൻ്റെ അടുത്ത്. അവരുടെ ഒരു കറേജും ഒരു ഇത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഓക്കെ ചെയ്യാൻ പറ്റും എന്ന് നമുക്കൊരു ധൈര്യം വെച്ചിട്ടാണല്ലോ ഇതൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞിട്ട് നല്ല നല്ല റെസ്പോൺസുകൾ കിട്ടുന്നുണ്ട്. അതെ അതെ ഡെഫിനറ്റ്ലി. കുറേ പേര് എന്നെ വിളിച്ച് പറഞ്ഞു, മൈ റിലേറ്റീവ്സ് ഓൾസോ, ലൈക്ക് സോ മെനി പീപ്പിൾ ഹു വാച്ച് ദ മൂവി. എൻ്റെ കസിൻസ് ആണെങ്കിലും ചേച്ചി അടിപൊളിയായിട്ടുണ്ട്, മോളെ അടിപൊളിയായിട്ടുണ്ട്, ഇതൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്. ഇറ്റ്സ് മച്ച് ബെറ്റർ ദാൻ വാട്ട് യു ഹവ് ഡൺ ബിഫോർ. യെസ് യു ഹാവ്. പിന്നെ കുറേ അല്ലാത്ത ആൾക്കാരും recognize ചെയ്യാൻ തുടങ്ങി. and then they say ആ ഒരു feeling is something different. I mean, I never experienced that before, so I was not sure like either how I would react, but ഇപ്പോൾ I just feel happy. Okay. പിന്നെ ദിവ്യ വരുമ്പം അങ്ങനെ ദുബായിൽ നിന്ന് ഒരു NRI നായിക വരുന്നു എന്ന രീതിയിലാണ് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നു അയാൾ ഞാനിൽ വരുമ്പോൾ. അപ്പം ഞങ്ങൾ കൂടുതലും അവിടെയല്ലേ ജീവിച്ചിട്ടൊക്കെ ഉള്ളത്. അതെ അതെ അവിടെ ജനിച്ചല്ലേ. പക്ഷെ അപ്പോൾ എന്നിട്ട് ഇത്ര ഭംഗിയായിട്ട് മലയാളം പറയുന്നു, സർപ്രൈസിങ്. സത്യമായിട്ടും അതെ. അത് ഡാഡി മമ്മിയും ചെറുപ്പം മുതലേ ദേ സ്പീക്ക് ഇൻ മലയാളം. അവർ മലയാളമേ സംസാരിക്കുള്ളൂ വീട്ടിൽ. പിന്നെ ഇപ്പം ഞാൻ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്കൊരു കോൺഫിഡൻ്റ് ആയ മലയാളം നല്ല ഫ്ലുവൻ്റ് ആയിട്ട് വരാൻ പറ്റിയതെന്ന് വെച്ചാൽ ഞാൻ സെൻറ്റ് മേരീസ് തിരുവല്ലയിലാണ് 2 വർഷം +2 പഠിച്ചത്. അവിടെ ലൈക്ക് അവിടെ എല്ലാ കുട്ടികളും NRI കുട്ടികളായിരുന്നു. അവരുടെ മലയാളവും നല്ല രസമായിരുന്നു, എന്നെ പോലെയൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ കോയമ്പത്തൂർ ഞാൻ പഠിച്ചായിരുന്നു. അപ്പോൾ അവിടെ അത് ബെറ്ററാക്കി. ബിക്കോസ് സ്കൂളിൽ മാത്രമല്ല, ഞാൻ എൻ്റെ ചിറ്റപ്പനും വല്യമ്മച്ചിയുടെ ഒക്കെ വീട്ടിലായിരുന്നു താമസം ലീവ് കിട്ടുമ്പോഴൊക്കെ. വല്യമ്മച്ചിയൊക്കെയാണ് അവരുടെ കൂടെ സംസാരിച്ചാണ് ബെറ്ററായത് എൻ്റെ ലാംഗ്വേജ്. അത് പറഞ്ഞപ്പോഴേ ഇപ്പോൾ പുറത്തൊക്കെ പഠിക്കുക, പുറത്തൊക്കെയാണ് കൂടുതൽ സമയം എന്നുള്ളപ്പോൾ നിങ്ങൾ വെക്കേഷൻസിലൊക്കെ ആവില്ലേ വരിക? അപ്പം എങ്ങനെയാണ് ഓണം? നമ്മളിപ്പോൾ ഓണായിട്ടല്ലേ ഇരിക്കുന്നത്. അതെ. അപ്പോൾ ഓണത്തിന്റെ മെമ്മറീസ് ഒക്കെ എങ്ങനെയാണ്? ഓണത്തിൻ്റെ മെമ്മറീസ് ഒക്കെ എന്ന് പറയുമ്പോൾ ഡാഡിയുടെ ബ്രദേഴ്സ്, ഡാഡിയാണ് ഏറ്റവും മൂത്ത. അപ്പോൾ ഡാഡിയുടെ ബ്രദേഴ്സ് എല്ലാവരും വീട്ടിൽ തലേദിവസം വരും. അല്ല, മാവേലിക്ക് യൂഷ്വലി ഓണം ദുബായിലായിരിക്കും. ബിക്കോസ് ആ ഒരു സമയം നമുക്ക് ലീവ് ഉള്ള സമയമല്ല. അപ്പം ദുബായിലാണ് മിക്ക ഓണം. ഇത് ആദ്യമായിട്ടാണ് ഞാൻ നാട്ടിൽ ഓണം. ഞങ്ങൾക്കും ഭാഗ്യമുണ്ട് അതിന്റെ ഭാഗമാവാൻ പറ്റിയല്ലോ. എല്ലാം ഓൾ താങ്ക്സ് ടു ഊഴം. ഊഴം മേഡ് ദിസ് ഓൾ പോസിബിൾ. അപ്പോൾ അത് ജിത്തു ചേട്ടൻ. സോ അപ്പോൾ തലേദിവസം എല്ലാം അരിഞ്ഞു വയ്ക്കും. അപ്പോൾ അത് രസമാണ്. രാത്രി 2 മണി വരെ പോകും. ചിറ്റപ്പന്മാരെയൊക്കെ കൂടെ ഞാനിരുന്ന് ചെറുതായിട്ടൊക്കെ അരിയാൻ തുടങ്ങും. പിന്നെ ബാക്കിയെല്ലാം ചിറ്റപ്പന്മാർ ചെയ്തോളൂ. അതെ, അതായിരുന്നു. പിന്നെ ഡാഡിയുടെ കമ്പനിയിൽ എല്ലാവരും വിളിച്ചിട്ട്
സദ്യ, ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് സദ്യ. യൂഷ്വലി അതൊരു ഇഫ് ഇറ്റ്സ് ഓൺ വർക്കിംഗ് ഡേ ആയിരുന്നെങ്കിൽ ഒരു ഫ്രൈഡേ സാറ്റർഡേ ആയിരുന്നു ഓണം സെലിബ്രേഷൻസ്, അങ്ങനെയായിരുന്നു അത്. ഇപ്രാവശ്യം അതെ നാട്ടില് ഓണം ആഘോഷിക്കാൻ പോവാണ്. സിനിമയും അതെ, അതെ, നായികയും അതെ. അതെ, അതൊരു എന്താ പറയാ, ഒരു ഡബിൾ ബൊനാൻസ. അപ്പൊ അത് ഇത് പറഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് വ്യൂവേഴ്സിന് അങ്ങ് ഓണം വിഷ് കൊടുത്താലോ? യെസ്, ഡെഫിനറ്റ്ലി. അപ്പോൾ കേരള വിഷൻ്റെ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഊഴം സിനിമ സക്സസ് ആക്കിയതിന് വളരെ താങ്ക് യു. അപ്പോൾ ഐ ജസ്റ്റ് വിഷ് എല്ലാവർക്കും സന്തോഷവും സമാധാനവും. ജസ്റ്റ് ബി ഹാപ്പി, സ്റ്റേ ഹാപ്പി, കീപ് സ്മൈലിംഗ്. ഇതാണ് എൻ്റെ മെസ്സേജ്. അപ്പോൾ എന്തായാലും ദിവ്യ അയാൾ ഞാനുള്ള മൂവിയിൽ ആക്സിഡൻ്റലി വന്നു. അതെ, ഊഴം ചെയ്തിട്ട് വേണമായിരുന്നു ഒരു കോൺഫിഡൻസ് എടുക്കാൻ, വിത്ത് യു ക്യാൻ കണ്ടിന്യൂ വിത്ത് ദിസ് ഓർ നോട്ട്. യെസ്. അപ്പോൾ ഇപ്പോൾ മൂവി ആക്സെപ്റ്റബിൾ ആയി ആൻഡ് യു ടു. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു എനിക്ക് ഐ വോണ്ട് ടു ഡു ഗുഡ് മൂവീസ് എന്ന് പറഞ്ഞു. വി ആർ എക്സ്പെക്ടിങ് യു ഇൻ മോർ ആൻഡ് മോർ മൂവീസ് ടു. താങ്ക് യു സോ മച്ച്. അപ്പോൾ കൂടുതൽ നല്ല സിനിമകൾ കിട്ടട്ടെ, നല്ല നല്ല കഥാപാത്രങ്ങളിൽ. ഓ, ആ ദിവ്യയാണോ ഇത് തരിക്കാനൊക്കെയുള്ള അവസരങ്ങൾ. മലയാളത്തിന് സ്വന്തമായിട്ടൊരു വിമലാരാമൻ ഉണ്ടെന്ന് അതിന്റെ ഒരു അഹങ്കാരം കൂടിയായി ഞങ്ങൾക്ക്. എനിവേസ്, ദിവ്യയ്ക്കും ദിവ്യയുടെ അച്ഛൻ, അമ്മ, ഹോൾ ഫാമിലി, ചേച്ചി ഫാമിലി എല്ലാവർക്കും കേരള വിഷന്റെ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അങ്ങനെ നമ്മുടെ ഉത്രാട കാഴ്ച അതിഗംഭീരമായി. ഇനി നമുക്ക് നാളെ തിരുവോണം.